എടാ മോനെ. ഹലോ ഫ്രണ്ട്സ്, ഫിഫ്ത് സ്റ്റാൻഡേർഡിലെ ഓൾ യു ഹു സ്ലീപ് ടു നൈറ്റ് എന്ന കവിതയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിക്രം സെയ്ത്ത് എന്ന ഫേമസ് ബംഗാളി റൈറ്ററാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓദർ ഇൻഫോയിലേക്ക് കിടക്കാം. വിക്രം സെയ്ത്ത് വാസ് ബോൺ ഓൺ 20th June 1952 ഇൻ കൽക്കത്ത. അപ്പം കൽക്കത്ത നഗരത്തില് 20th June 1952 ആര് ജനിച്ചത്? വിക്രം സെയ്ത്ത് ജനിച്ചത്. കൽക്കട്ട എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിന്റെ തലസ്ഥാനാണ്. ഓക്കെ, ഹി ഈസ് എ ഫേമസ് ഇന്ത്യൻ നോവലിസ്റ്റ് ആൻഡ് പോയറ്റ്. അപ്പം വിക്രം സെയ്ത്ത് എന്ന് പറയുന്നത് ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു ഇന്ത്യൻ നോവലിസ്റ്റും അതുപോലെ തന്നെ ഒരു കവിയുമാണ്. ഹി ഹാസ് വോൺ സെവറൽ അവാർഡ്സ് സച്ച് ആസ് പത്മശ്രീ, ദ സാഹിത്യ അക്കാദമി അവാർഡ്, പ്രവാസി ഭാരതീയ സമ്മാൻ, എറ്റ്സെട്ര. എറ്റ്സെട്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി ഒരുപാടുണ്ടെന്നല്ലേ. ഈ 3 അവാർഡ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് അധികം അവാർഡ്സ് ആരൊക്കെ കിട്ടിയിട്ടുണ്ട്? ഈ വിക്രം സേത്ത് എന്ന് പറയുന്ന നമ്മുടെ പോയറ്റിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, read the poem given below. It is about what we feel when we are far from our loved ones. താഴെ കൊടുത്തിരിക്കുന്ന കവിത നമുക്ക് വായിക്കാം. എന്തിനെ പറ്റിയാണ് കവിത? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരെ അടുത്ത് നിന്ന് ദൂരെ കഴിയേണ്ടി വരുന്ന ആൾക്കാരെ പറ്റിയാണ് എന്ത് ഈ കവിത പറയുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് വാട്ട് വി ഫീൽ വെൻ വി ആർ ഫാർ ഫ്രം അവർ ലവ്ഡ് വൺസ്. നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരെ അടുത്ത് നിന്ന് ദൂരെ കഴിയേണ്ടി വരുമ്പോഴുള്ള നമ്മളുടെ ഫീലിങ്ങിനെ പറ്റിയാണ് എന്ത് ഈ കവിത പറയുന്നത്. അപ്പൊ നമ്മുടെ കവിതയുടെ പേരെന്താണ്? ഓൾ യു ഹു സ്ലീപ് ടു നൈറ്റ്. അതായത് ഇന്ന് രാത്രി ഉറങ്ങുന്ന എല്ലാവരും. എങ്ങനെ ഉറങ്ങുന്നവര്? ലവ്ഡ് വൺസ്, ഒന്നും കൂടെ ഇല്ലാതെ അല്ലെ, നമ്മുടെ അരികില് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് ഉറങ്ങേണ്ടി വരുന്ന ആൾക്കാരില്ലേ, ഒറ്റപ്പെട്ട് ജീവിക്കുന്നവര്, അവരെ പറ്റിയാണ് എന്ത് ഈ കവിത പറയുന്നത്. ഓക്കെ, all you who sleep tonight, far from the ones you love, no hands to left or right, and emptiness above. എന്താണ് പറയുന്നത്? all you who sleep tonight, ഇന്ന് രാത്രി ഉറങ്ങുന്ന എല്ലാവരും. എങ്ങനെ ഉറങ്ങുന്നവര്? far from the ones you love, ദൂരെ കഴിയുന്നവർ. എവിടെ നിന്ന്? നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രിയപ്പെട്ട ആൾക്കാർ, ones you love, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് ദൂരെ കഴിയേണ്ടി വരുന്നവരെ പറ്റിയാണ് ആര് പറയുന്നത്? ഇവിടെ കവി പറയുന്നത്. നോ ഹാൻഡ്സ് ടു ലെഫ്റ്റ് ഓർ റൈറ്റ് ആൻഡ് എംപ്റ്റിനെസ് അബവ്. നോ ഹാൻഡ്സ് ടു ലെഫ്റ്റ് ഓർ റൈറ്റ്, നമ്മുടെ ഇടത്തും വലത്തും ഒന്നും ആരുടെയും കൈകളില്ല. ആരുടെ കൈകളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്? നമ്മുടെ പാരൻസ്, അല്ലെങ്കിൽ നമ്മുടെ ബ്രദർ, സിസ്റ്റർ അല്ലെ, നമ്മുടെ ഫാദറും മദറും ഒക്കെ നമ്മൾ എടുത്ത് കിടക്കില്ല. അപ്പൊ അവരുടെ കൈകൾ നമ്മൾ എടുത്തുണ്ടാവില്ലേ. അപ്പൊ അതിനെ പറ്റിയാണ് എന്ത് പറയുന്നത് ഇവിടെ പറയുന്നത്? അവരൊന്നും അടുത്തില്ലാത്തൊരവസ്ഥ അല്ലെ. എംപ്റ്റിനെസ് എബവ്. എന്താണ് എംപ്റ്റിനെസ് എബവ്? എംപ്റ്റിനെസ് എന്താണ്? ശൂന്യത അല്ലെ. അപ്പൊ എംപ്റ്റിനെസ് എബവ് എന്ന് പറയുമ്പോൾ എന്താണ്? മുകളിൽ ശൂന്യത, മുകളിൽ ഒന്നുമില്ലാത്തൊരവസ്ഥ. അപ്പൊ സ്വന്തമായിട്ട് താമസിക്കാൻ ഒരു വീട് പോലും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും അല്ലെ. അപ്പൊ അവരെ പറ്റിയാണ് എന്ത് കവി ഇവിടെ പറയുന്നത്. അപ്പൊ ഇതുവരെ പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പൊ ഇന്ന് രാത്രി ഒറ്റയ്ക്ക്, അടുത്തൊന്നും ആരുമില്ലാതെ ഉറങ്ങാൻ കിടക്കുന്ന ആൾക്കാരെ പറ്റിയാണ് എന്ത് ഈ കവിത പറയുന്നത് അല്ലെ. നോ ഹാൻഡ്സ് ലെഫ്റ്റ് ഓർ റൈറ്റ്, അടുത്ത് ആരുടെ കൈകളും ഇല്ല. നമ്മൾ സ്നേഹിക്കുന്ന, നമ്മുടെ കൂടെ ഉണ്ടാവുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന ആരുടെയും കൈകൾ എന്തില്ല, അടുത്തില്ല. ആൻഡ് എംപ്റ്റിനെസ് അബവ് അല്ലെ, കിടക്കാൻ ഒരു വീട് പോലും ഇല്ല അല്ലെ, മേൽക്കൂര പോലും ഇല്ല. എംപ്റ്റിനെസ് അബവ്, മുകളിൽ ഒന്നുമില്ല. അതായത് സ്വന്തമായിട്ട് കിടന്നുറങ്ങാനായിട്ട് ഒരു വീട് പോലും ഇല്ലാത്ത ആൾക്കാരെ പറ്റിയാണ് എന്ത് ഈ കവിത ഇതുവരെ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത വരിയിലേക്ക് കിടക്കാം. Know that you aren't alone. The whole world shares your tears. Some for 2 nights or 1, and some for all their years. എന്താണ് പറയുന്നത്? Know that you aren't alone. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ്? ഈ ലോകം മുഴുവൻ അല്ലെ നിങ്ങളുടെ സങ്കടം പങ്കുവെക്കാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടിയേഴ്സ് എന്നാൽ കണ്ണുനീര് അല്ലെ. നിങ്ങളുടെ കണ്ണുനീര് പങ്കുവെക്കാൻ ഈ ലോകം മൊത്തം ഉണ്ട് എന്നാണ് കവി പറയുന്നത്. സം ഫോർ 2 nights or 1, and some for all their years. എന്താണ് പറയുന്നത്? ചിലരുടെ ഈ ഒറ്റപ്പെട്ടുള്ള ജീവിതമല്ലേ, അത് 1-2 രാത്രികളൊക്കെ ഉണ്ടാവും. പക്ഷെ ചിലർക്കോ ഓൾ ദിയർ ഇയേഴ്സ്, അതായത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്നത് അല്ലെ, അവരുടെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നതായിരിക്കും ചിലർക്ക്. അതായത് ഈ കവിതയിൽ പറയുന്നത് പോലെ അവരൊക്കെ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ആൾക്കാരുടെ അടുത്ത് നിന്ന് മാറി ദൂരെയാണല്ലേ താമസിക്കുന്നത്. അപ്പൊ ഇവരെ പറ്റിയൊക്കെയാണ് ആര് നമ്മുടെ കവി ഓൾ യു ഹു സ്ലീപ് ടു നൈറ്റ് എന്ന കവിതയിൽ പറയുന്നത്.